Hi friends, welcome to our channel Cousin Set. ഇന്ന് ഒരു ചെമ്മീൻ ഉലർത്തിയതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടത് ചെമ്മീനും ചെറിയ ഉള്ളിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഉലർത്തിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ചെമ്മീൻ ഉലർത്തിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഞരമ്പുണ്ടല്ലോ ഇവിടെ, അത് നമുക്ക് ഈ ഫോർക്ക് വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ ഇതെടുക്കാൻ പറ്റും ഇതേപോലെ. അപ്പോൾ വലിയ ചെമ്മീനാകുമ്പോൾ അതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തും ഉണ്ടാവും ബാക്ക് ഭാഗത്തും ഉണ്ടാവും ഇതുപോലൊരു ഞരമ്പ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വയറുവേദന ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ നമുക്ക് മീൻ വാങ്ങുമ്പോൾ ക്ലീൻ ചെയ്ത് കിട്ടുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങുന്ന ലുലുന്ന് തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് വാങ്ങിയതാണ്. പക്ഷേ ഈ ഞരമ്പ് ഇതൊക്കെ നമ്മൾ വീട്ടിൽ വന്നിട്ട് തന്നെ കളയണം. അപ്പോൾ ഇതേപോലെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫോർക്ക് ഉപയോഗിച്ച് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ റെസിപ്പി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അവർ ഇത് സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ടി വിയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, മീഡിയ വണ്ണിലാന്ന് തോന്നുന്നുണ്ട്. മറ്റേ കലേഷ് ഉണ്ടല്ലോ, കലേഷ് അവതരിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിൽ ഈ റെസിപ്പി പ്രസൻറ്റ് ചെയ്തിട്ട് അവർക്ക് കലേഷിനായിട്ടൊരു എപ്പിസോഡ് ചെയ്യാനുള്ള അവസരം ലഭിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ആ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണത്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെമ്മീൻ നമ്മൾ ഏതിലാണ് വെക്കണമെന്ന് വെച്ചാൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കലത്തിൽ വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ചെമ്മീൻ കലത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 പച്ചമുളക് പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി ഒന്ന് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചെമ്മീൻ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. എരിവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് 2 കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഗ്യാസിലേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതിലെ വെള്ളം മുഴുവൻ വറ്റിച്ച് തന്നെ എടുക്കണം. ഇപ്പോൾ ചെമ്മീനത്തെ വെള്ളമൊക്കെ വറ്റി ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 200 ഗ്രാം ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ഉള്ളി എടുക്കുന്നതായിരിക്കും ടേസ്റ്റിന് നല്ലത്. ചെമ്മീൻ റെഡിയാക്കാൻ വേണ്ടിയിട്ടൊരു മൺചട്ടി തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ട് അത് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട ഉള്ളി ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ ഈ ഉള്ളി ഒന്ന് ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ കാശ്മീരി ചില്ലി ഇടുകയാണെങ്കിൽ ഇത്തിരി കളറും കൂടി കിട്ടും. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ട് ഉള്ളിയായിട്ടൊന്ന് നല്ലോണം സെറ്റായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ കിടന്നിട്ട് ഈ ഉള്ളിയും ചെമ്മീനൊക്കെ നല്ലോണം മൊരിഞ്ഞ് വരണം. അപ്പോൾ ഉള്ളി നല്ലോണം മൊരിഞ്ഞ് ചെമ്മീനിൽ പിടിക്കുന്നത് വരെ തന്നെ ഇനി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം.
ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഒന്ന് അടി പിടിക്കും. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെയാണ് ആക്കുന്നതെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം എന്നില്ല. അപ്പോൾ ഇതിന് കൂടുതലും ചെറിയുള്ളി ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഉള്ളിയൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉള്ളിയും കുറച്ച് സവാളായിട്ടും എടുക്കണമെന്ന് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ചെറിയ ഉള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ എന്ത് കറി ഉണ്ടാക്കായാലും. അപ്പോൾ അതിന് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചെമ്മീനും ഉള്ളിയും ഈ മസാലകളൊക്കെ നല്ലോണം പിടിച്ച് അതിലൊന്ന് റോസ്റ്റായിട്ട് വരുന്ന വരെ നമ്മത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം മൊരിഞ്ഞ് ചെമ്മീനിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആണ് ഇതിൻ്റെ പാകം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ചെമ്മീൻ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. കസിൻസ് എന്ന ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.